എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഈവനിങ്ങിൽ ചായയൊക്കെ കുടി കഴിഞ്ഞ് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇത് 2 ദിവസത്തെ വീഡിയോ ഒന്നിച്ചാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുമെന്ന പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ വൈകുന്നേര കാഴ്ചകൾ കുറച്ച് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ കണ്ടത് ഞാൻ 2 ദിവസം മുന്നേ നട്ട ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ മുകളിൽ ചെന്നപ്പോൾ ഇസ്തിരി ഇടാൻ ഒരാഴ്ചയ്ക്കുള്ള ഏട്ടൻ്റെ ഷർട്ടും മോളുടെ യൂണിഫോമൊക്കെ ഇസ്തിരി ഇട്ട് വെക്കിയ പതിവ്. യൂണിഫോം ഒരാഴ്ചയ്ക്കില്ല, 2 ജോഡിയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ മോള് പോകാനുമില്ല, എന്നാലും ഞാനതവിടെ ഇസ്തിരി ഇട്ട് വെക്കാനാണ് പോയത്. അപ്പോൾ ഫാനൊക്കെ അവിടെ പൊടി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഫാന് പോയത് വേറൊരു ജോലിക്കാണെങ്കിലും ചെയ്യണതൊക്കെ പിന്നെ വേറെ പണിയാണ്. അപ്പോൾ ഞാൻ ഫാനൊക്കെ ഒന്ന് പൊടി തട്ടി അവിടെ വെച്ചു. അപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ മോളൊക്കെ വൃത്തിയാക്കി ഇട്ടതാണ്. അപ്പോൾ ഇപ്പോൾ അത് ചെയ്യണില്ല എന്നാണ് വിചാരിച്ച്, ഇസ്തിരിയിട്ട് താഴേക്ക് ഇറങ്ങി വരാം, താഴെ പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് കേട്ടോ. പക്ഷെ അപ്പോൾ പിന്നെ അതൊക്കെ കണ്ടപ്പോൾ ഫാനൊക്കെ വൃത്തിയാക്കിയപ്പോൾ പിന്നെ ഒന്ന് അടിച്ച് വാരി തുടച്ചിടാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനൊക്കെ നിൽക്കുമ്പോഴാണ് ഇത് രണ്ടും ചെയ്യാൻ പറ്റാതെ താഴെ ചകിരി എടുക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നത് കേട്ടോ. അപ്പോൾ ഇസ്തിരി ഇട്ടിട്ട് ഞാൻ ഈ കോണിയുടെ കമ്പിയിൽ ഇങ്ങനെ തൂക്കുക ചെയ്യുക. അപ്പോൾ ഇസ്തിരി ഇടലൊക്കെ അവിടെ നിർത്തിയിട്ട് ഈ പണിക്ക് വന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചതൊന്നുമല്ല നടക്കുക. വീട്ടമ്മമാർക്ക് എവിടെ തിരിഞ്ഞാലും പണികളാണല്ലോ. അപ്പോൾ അതിനാ പോയത്. ചെയ്ത തന്നെ വേറെ ജോലി, അടിക്കലും തുടക്കലും ഇസ്തിരി ഇടലും അവിടെ വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അടിക്കാനും തുടയ്ക്കാനൊക്കെ നിന്നു. അപ്പോൾ അതും ചെയ്യാൻ പറ്റാതെ താഴെ ചകിരി എടുക്കാൻ വേണ്ടി ആൾ വന്നു. ചകിരി എടുക്കാൻ 3 ആൾ വന്നിരുന്നു കേട്ടോ. ഒരാളിങ്ങനെ കോരി നിറയ്ക്കുക, 2 ആൾ കൊട്ടയിലാക്കിയിട്ട് കൊടുന്നിടുക. അപ്പോൾ ഈ കൊട്ടയുടെ കണക്കിനാണ് നമുക്ക് പൈസയൊക്കെ തരിക കേട്ടോ. വല്ലാതെ പൈസയൊന്നും ഇല്ല, പക്ഷെ എന്നാലും നമ്മളിതിങ്ങനെ കൂട്ടിയിട്ടിട്ട് ഇപ്പോൾ ചൂടും കൂടിയല്ലേ, അപ്പോൾ പാമ്പൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിത് പൈസ നോക്കിയിട്ടല്ല, കിട്ടണതിന് കൊണ്ടുപൊക്കോളാൻ പറയുക കേട്ടോ ചെയ്യാറും. മുന്നൊക്കെ ഈ ചകിരി എടുക്കാൻ ആൾ വന്നായിരുന്നില്ല. അപ്പോൾ ഞങ്ങളത് കൂട്ടിയിട്ടിട്ട് കത്തിച്ചിട്ട് ചൂട് പോയി ആ വെണ്ണീർ തെങ്ങിൻ്റെയും കഴുങ്ങിൻ്റെയും ഒക്കെ ചോട്ടിലിടുക പതിവുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ആൾ വന്നപ്പോൾ അതങ്ങോട്ട് ഒഴിവാക്കും. അപ്പോൾ വിറക് പരിയും വൃത്തിയാകുമല്ലോ. അപ്പോൾ അത് എടുക്കാൻ ആൾ വന്നിരുന്നു. അപ്പോൾ മോൾ ആ സമയത്ത് മോളിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തെ ചകിരി എടുത്ത് കഴിഞ്ഞു. പിന്നെ തൊട്ടടുത്ത വീട്ടിലേക്കും ചകിരി എടുക്കാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ച് മുകളിലേക്ക് തന്നെ വന്നു. മുകളിൽ വന്ന് പിന്നെ ഇനി ഇസ്തിരി ഇടലും അങ്ങോട്ട് തീർത്ത് വെച്ചിട്ട് അടിച്ച് വാരി തുടച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വിചാരിക്കണതും പിന്നെ നമ്മൾ ചെയ്ത് വരുമ്പോഴേക്കും നേരം ഇരുട്ടായിട്ടോ. ഞാൻ ഏകദേശം ഒരു 5:30 ആകുമ്പോൾ മുകളിലേക്ക് കയറി വന്നതാണ്. അപ്പോഴാണ് വേറെ പല പല പണികൾ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ഇങ്ങനെ തന്നെയല്ലേ? നമ്മൾ വിചാരിക്കുന്നതൊന്നും അപ്പോഴേക്ക് താഴെ ആൾക്കാർ വരലും. അപ്പോൾ നമ്മൾ ഈ പണി പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അതവിടെ ഇട്ടിങ്ങോട്ട് പോരും. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏട്ടൻ വരേണ്ട സമയമായി. അപ്പോൾ ഏട്ടൻ വന്നു. ഗേറ്റ് ഒന്ന് തുറന്നിട്ടിട്ടുണ്ടായിരുന്നില്ല. ഗേറ്റ് അധികം അടച്ചിടും, നായ്ക്കളൊന്നും കയറണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പോയി ഗേറ്റൊക്കെ തുറന്ന് കൊടുത്തു. പിന്നെ ഏട്ടന് ഇനി ഭക്ഷണം ഉണ്ടാക്കണം. ഏട്ടൻ ഗോതമ്പത്തിൻ്റെയാണ് കഴിക്കുക. കുറച്ച് ഷുഗർ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഞാൻ വിറക് പെര ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഒരു തേങ്ങ പൊളിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ പൊളിച്ചിട്ട് വിറക് പെര ഒന്ന് വൃത്തിയാക്കി അടിച്ച് വേസ്റ്റൊക്കെ കത്തിച്ച് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് അടുത്ത വീട്ടിലൊരു ടൈൽസിൻ്റെ പണി നടക്കുന്നുണ്ട്. അതാണ് ഈ സൗണ്ട് കേട്ടോ. ഈ കേൾക്കുന്ന വീഡിയോയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അതതിൻ്റെ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മോളാണ് എനിക്ക് വീഡിയോ ഒക്കെ ഇങ്ങനെ പിടിച്ച് തരുന്നത്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ചിരട്ടയൊക്കെ ഒന്നിച്ചിട്ട് ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിലേക്ക് ഇട്ട് വയ്ക്കുക ചെയ്യുക. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ, വേണ്ടാത്ത എല്ലാ സാധനങ്ങളും എടുത്ത് കത്തിച്ച് കളയാം എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും വേറെ ചകിരിയൊക്കെ പോയതല്ലേ, അപ്പോൾ ഒന്ന് വൃത്തിയാക്കിയിടാം. പിന്നെ ഇനി കുറച്ച് പ്ലാസ്റ്റിക്കും കൂടി ഉണ്ട് കേട്ടോ. അതിനും ആൾ വരുന്നുണ്ട്. പക്ഷേ എന്നും ഇവിടെ പ്ലാസ്റ്റിക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു വരും. പക്ഷേ ഏട്ടല്ലാത്തത് കൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. വെറുതെ ഇങ്ങനെ അതും കൂട്ടിയിട്ട് കിടക്കുന്നുണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്നുകൂടെ ഒഴിവാക്കിയാലാണ് വിറക് പെര ഒന്ന് വൃത്തിയാവുള്ളൂ. അപ്പോൾ എന്തായാലും പ്ലാസ്റ്റിക് കൊടുക്കാനുള്ളതൊക്കെ ഒരു ഭാഗത്തേക്ക് കൂട്ടി, പിന്നെ അവിടെ കിടന്നിരുന്ന ചിരട്ടയൊക്കെ ഒരു ബോക്സിലേക്കൊക്കെ ഒന്നിച്ചാക്കി
ഈ ചിരട്ടയൊക്കെ ഇങ്ങനെ പുറത്ത് വയ്ക്കുമ്പോഴേ കാക്കയും കൊത്തിക്കൊണ്ടുപോയിട്ട് ഇങ്ങനെ പരത്തും. അപ്പോൾ ചിരട്ടയും പ്ലാസ്റ്റിക്കും ഒന്നിച്ചെടുക്കാൻ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ മോളോട് ഞാൻ ഈ സമയത്ത് ഒരു തീപ്പെട്ടി കൊണ്ടുപോവാ, എന്നാൽ ഒന്നിച്ചത് കത്തിച്ച് കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വൈകുന്നേരങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ദിവസം ചെയ്ത് തീർക്കാൻ പറ്റാറുണ്ടോ? അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കാണുന്ന എല്ലാവർക്കും നന്ദി. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.